നമസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഇത് നമ്മൾ 16-ാം ഭാഗം തുടങ്ങുകയാണ്. 16-ാം ഭാഗത്തിൽ 1-2 അധ്യായം നോക്കാം. കഴിഞ്ഞ 15-ാം അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിൽ ഭക്തന്മാരുമായിട്ട് സംസാരിച്ചിരുന്ന വിശേഷമാണ് നോക്കിയത്. അതിൽ 10 ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നതും ആ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭഗവാൻ നൽകുന്നതും നമ്മൾ ആ ചോദ്യോത്തരം നമ്മൾ നോക്കിയില്ല, അങ്ങനെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അതൊരു പ്രശ്നമായി പിന്നീട്. കാരണം നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും കൊണ്ട് വചനാമൃതം വായിക്കാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് വായിച്ചിട്ടില്ല. അപ്പോൾ വായിക്കാത്ത കുറേ പേരും അങ്ങനെ കാണുമല്ലോ. അപ്പോൾ അവരിൽ ചിലർ എന്നോട് ഇങ്ങനെ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ 10 ചോദ്യം എന്താണ്, അതിൻ്റെ ഉത്തരം എന്താണ് എന്നുള്ളത് പറഞ്ഞില്ല എന്നും പറഞ്ഞ്. അപ്പോൾ അത് ഒന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വചനാമൃതത്തിലുള്ളതാണ്, വചനാമൃതം വായിക്കുക. അപ്പോൾ വചനാമൃതം വായിക്കാത്തവരും ഈ യൂട്യൂബിലായതുകൊണ്ട് അല്ലാത്തവരും കേൾക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അത് ആ ചോദ്യോത്തരം ഞാൻ രണ്ടാമത് ആ ചോദ്യോത്തരം മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അല്ലാതെ അപ്ലോഡ് ചെയ്യാം നമുക്ക്. പക്ഷേ നമ്മൾ ഇത് ഈ സത്സംഗത്തിൽ തുടർന്ന് വരുന്നവരായതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മളത് വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ 16-ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് വായിക്കാത്തവരും വചനാമൃതം കാണാത്തവർക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ 10 ചോദ്യങ്ങളും അതിന് ഭഗവാൻ പറഞ്ഞ, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഉത്തരവും എന്താണ് എന്നുള്ളത് അപ്ലോഡ് ചെയ്യാം പിന്നീട്. അപ്പം നമുക്ക് 16-ാം ഭാഗം മാത്രം, ആ 16-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. 16-ാം ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ 16-ാം ഭാഗത്തിൻ്റെ 1-2 അധ്യായങ്ങളുടെ പ്രാധാന്യം. അതിൽ ഒന്നങ്ങനെ ഒരു പ്രാധാന്യം കൽപ്പിക്കണ്ട. അതൊരു ഭക്തിയോഗത്തെക്കുറിച്ച് ഭഗവാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു എന്ന് മാത്രം. പക്ഷെ 2-ാം അധ്യായം അതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, മാസ്റ്റർ മഹാശയൻ, വചനാമൃതത്തിൻ്റെ രചയിതാവായി പിന്നീട് മാറിയ മാസ്റ്റർ മഹാശയൻ. ഇപ്പോൾ മാസ്റ്റർ മഹാശയൻ അങ്ങനെയുള്ള ആളല്ല. മഹേന്ദ്രനാഥ ഗുപ്ത എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ ഭഗവാന്റെ അടുത്ത് കഴിഞ്ഞ ഏകദേശം 1 വർഷം കഷ്ടിച്ച് ആയിട്ടേ ഉള്ളൂ വന്നിട്ട്. കാര്യം ഈ 16-ാം ഭാഗം ആരംഭിക്കുമ്പോൾ 1883 ഡിസംബർ 2 വർഷമാകുന്നു. 83 ഡിസംബർ 8-ാം തീയതിയാണ് ഈ 16-ാം ഭാഗം ആരംഭിക്കുന്നത്. 82 ഫെബ്രുവരിയിലാണ് മാസ്റ്റർ മഹാശയൻ ഭഗവാനെ കാണാൻ വരുന്നത്. അപ്പോൾ 82 ഫെബ്രുവരി കഴിഞ്ഞ് ഇപ്പോൾ 83 ഡിസംബറായി. അപ്പോൾ ഇനി 2 വർഷം തികയാൻ ഇനി 1 മാസം കൂടെ ഉള്ളൂ. 2 മാസം വരും. കാര്യം ഫെബ്രുവരി 26-നാണ് കാണുന്നത്. അപ്പോൾ 2 മാസം പൂർത്തിയായിട്ട് ഇനി 2 മാസം കൂടെ കഴിയുമ്പോൾ 2 വർഷം പൂർത്തിയാവും. അപ്പം 2 വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ മാസ്റ്റർ മഹാശയൻ ഭഗവാനെ കാണാൻ വന്ന് 2 വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിലാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയൻ്റെ ആരെന്ന സത്യം മാസ്റ്റർ മഹാശയന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ സ്വയം ചിന്തിക്കുന്നുണ്ട്, ആത്മഗതമായിട്ട് ഇതിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ആരായിരുന്നു യഥാർത്ഥത്തിൽ. ഭഗവാനെ കാണാനായിട്ട്, ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് ഈ ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിൽ വരുമ്പോൾ ആ വരുന്ന അവസരത്തിൽ ഞാൻ ആരായിരുന്നു, ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ ആരായി തീർന്നു. ഇതാണ്
ഏറ്റവും നിർണായകമായ ഒരു ഭാഗം ഇതിനകത്ത് വരുന്നത്. രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇവിടെ മാസ്റ്റർ മഹാശയനും ഭഗവാനും കൂടെ ഇരുന്ന് ഭഗവാൻ ഒരു പ്രവചനം നടത്തുന്നുണ്ട്. അതായത് വരും കാല ഭാവിയിൽ ഈ സ്ഥലം എന്തായിത്തീരും എന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പ്രവചനം നടത്തുന്നുണ്ട്. മുൻകൂട്ടി ആ കാര്യങ്ങൾ, ആ ഭാവിയെക്കുറിച്ചുള്ള പൂർണ്ണ രൂപം മാസ്റ്റർ മഹാശയൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭഗവാൻ അത് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഇരുന്ന് വായിക്കുമ്പോൾ നമ്മൾ അന്ന് ഭഗവാൻ പ്രവചിച്ച ആ കാര്യങ്ങൾ അനുഭവിച്ചവരാണിപ്പോൾ നമ്മൾ. കാരണം ഇന്ന് ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തെക്കുറിച്ചും ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ അന്ന് ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ മറുകരയിൽ അന്ന് ഇല്ലാതിരുന്ന എന്ന് പറഞ്ഞാൽ അന്ന് സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന ബലൂർ മഠം ഇന്ന് അവിടെ സ്ഥാപിതമായി കഴിഞ്ഞു. അപ്പം ഗംഗയുടെ ആ കരയിലും ഈ കരയിലും ഭഗവാന്റെ ആ പ്രഭാവം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഏറ്റവും ഉന്നതമായി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് വേണം ഈ 16-ാം ഭാഗത്തിൽ 1883 ഡിസംബർ 9-ാം തീയതി ഞായറാഴ്ചത്തെ ആ സന്ദർഭത്തെ നമ്മൾ വായിക്കാം. അപ്പോഴാണ് അതിൻ്റെ ആ സുഖം അറിയുള്ളൂ. എന്തൊരു ആ ഈശ്വരൻ്റെ സങ്കല്പമേ, ഈശ്വരൻ ഓരോന്ന് സങ്കല്പിക്കുകയും അത് സാധ്യമാക്കി തരികയും ചെയ്യുന്നു. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഈ ഭാഗത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ എന്തു പറഞ്ഞാലും അമ്മ കാളിമാതാവ് അതേപടി നടത്തിക്കൊടുക്കും. ഒരിതും വ്യത്യാസമില്ല, അതേപടി. അപ്പം നോക്കൂ, അങ്ങനെ അതിൻ്റെ ഒരു 4-5 ഉദാഹരണം ഭഗവാൻ പറയുന്നുണ്ട്. അതിൽ രസകരമാണ് ആ ഉദാഹരണം നോക്കിയാൽ ഭഗവാൻ അതിനകത്ത് പറയുന്ന ഒരു ഭാഗം, പഞ്ചവടിയിൽ ആ ദക്ഷിണേശ്വരത്ത് അന്ന് ഭഗവാന്റെ ആ മുറിയുടെ അടുത്ത് പഞ്ചവടിയിൽ ഞാനൊരു തുളസി തോട്ടമുണ്ടാക്കി. ജപവും ധ്യാനവും ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ആ തുളസിത്തോട്ടം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ചുറ്റിനും മുള കൊണ്ടൊരു വേലി കെട്ടിയാൽ അത് സംരക്ഷിക്കപ്പെടുമെന്നൊരാഗ്രഹമുണ്ടായി. കാര്യം കയ്യിൽ മുളയുമില്ല, വേലിയുമില്ല, ഒന്നുമില്ല. ഇപ്പം തുളസിത്തോട്ടം ഉണ്ടാക്കിയപ്പോൾ അത് ആടുമാടുകൾ കയറി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുള കൊണ്ടൊരു വേലി ഉണ്ടാക്കിയെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ കരുതി. ഭഗവാൻ കരുതി. ഭഗവാൻ തന്നെ പറയുകയാണ് മാസ്റ്റർ മഹാശയനോട്, ഞാൻ അങ്ങനെ കരുതി. പെട്ടെന്നാണ് ആ ഗംഗാനദിയിൽ വേലിയേറ്റമുണ്ടാകുന്നത്. ആ വേലിയേറ്റത്തിൽ ഒരു കെട്ട് മുള ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഇത് ഭഗവാൻ തന്നെ മാസ്റ്റർ മഹാശയനോട് പറയുന്നു. ഒരു കെട്ട് മുള മാത്രമല്ല, കുറെ കയറും. ഒരു വേലി കെട്ടാൻ ആവശ്യമായ എല്ലാം ആ വേലിയേറ്റത്തിലൂടെ ഗംഗാനദിയിലൂടെ ഒഴുകി വരികയും ആ വേലിയേറ്റം വന്ന് ഈ കരയിലേക്ക് അടിക്കുമ്പോൾ ഈ മുളയും കയറും എല്ലാം കൂടെ ഭഗവാൻ എവിടെയാണോ വേലി കെട്ടണം എന്നാഗ്രഹിച്ചത് ആ സ്ഥലത്ത് വന്ന് ആ മുളയും കയറും വീഴുകയാണ്. ആരോ കൊണ്ടുവച്ച പോലെ. ഭഗവാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ദേവിയോട്, അമ്മയോട്, കാളിമാതാവിനോട് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നിപ്പോയാൽ ആ അമ്മ മകൻ്റെ ആഗ്രഹം അപ്പം നടത്തി കൊടുക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് ഈ അവസ്ഥ വന്നതിന് ശേഷം എനിക്ക് പൂജിക്കാൻ പോലും പറ്റാതായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ ആര് നോക്കും? തന്നെത്താൻ കൊണ്ടു നടക്കാനുള്ള ശക്തി എനിക്കില്ല. ഭഗവാൻ തന്നെ അമ്മയോട് പറഞ്ഞതാണ്, എന്നെ ആരാ നോക്കുക? എനിക്ക് എന്നെ തന്നെ കൊണ്ടു നടക്കാൻ ശക്തിയില്ല. എന്നാൽ അവിടുത്തെ കഥകൾ കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതായത് എനിക്ക് ആ കഥകൾ കേൾക്കാൻ ഇനിയും മുന്നോട്ട് പോകണം. പക്ഷെ എനിക്ക് ശക്തി പോരാ. പിന്നെ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആരെങ്കിലും അടുത്ത് വന്ന് പെട്ടാൽ അല്പം വല്ലതും സഹായിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഈ
സാമ്പത്തികമായി ശേഷിയില്ലാത്ത, ദാരിദ്ര്യം അനുഭവിക്കുന്ന, വിഷമതകൾ അനുഭവിക്കുന്ന ആരെങ്കിലും വന്ന് പെട്ടാൽ അവരെ ഒന്ന് സഹായിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കാളിമാതാവിൻ്റെ മുമ്പിൽ ഭഗവാൻ മനസ്സിലിങ്ങനെ വെറുതെ ഓർത്തു എന്ന് മാത്രം. അത് എല്ലാവരും ഓർക്കുന്ന പോലെ ഒന്ന് ഓർത്തു. അപ്പോൾ ഭഗവാൻ പറയാണ്, അപ്പോൾ എനിക്ക് ആരെ തന്നു? മധുർ ബാബുവിനെ തന്നു. മധുരൻ, കാളി ക്ഷേത്രത്തിൻ്റെ ഉടമ തന്നെയാണ് മധുർ ബാബു. ആ മധുർ ബാബുവിനെ തന്നു. ഭഗവാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്തോ അപ്പോഴത് സാധിച്ചു കൊടുക്കാൻ സദാ സന്നദ്ധനായി നിൽക്കുന്ന മധുർ ബാബു, ആവശ്യത്തിന് ധനവും ആവശ്യത്തിന് സമ്പത്തുമൊക്കെയുള്ള, അതിനേക്കാൾ ഉപരി അതിൻ്റെ എല്ലാം അതിനേക്കാളൊക്കെ മുകളിൽ ഭഗവാനോടുള്ള ഭക്തി, സ്നേഹം, ഇതെല്ലാമുള്ള മധുർ ബാബുവിനെ നീ എനിക്ക് തന്നു. അതാണ് കാളിമാതാവിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? തീർച്ചയായും അമ്മേ, എനിക്ക് മക്കളുണ്ടാവില്ല. കാരണം ഭാര്യാഭർത്തൃ ബന്ധം എനിക്കില്ല, ഒരു ദാമ്പത്യ ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് മക്കളില്ല. എന്നാൽ ശുദ്ധനും ഭക്തനുമായ ഒരു ബാലൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായാൽ കൊള്ളാമെന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴെന്ത് ചെയ്തു? അമ്മ രാഖാലിനെ കൊണ്ടുകൊടുത്തു. അങ്ങനെ മാനസപുത്രനെ കൊടുത്തു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ഒന്നും ആഗ്രഹിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ അപ്പോഴത് സാധ്യമാകും. അപ്പോൾ ഇത് ഈ അത്രമേൽ ഇത് ഈ രണ്ടാം അധ്യായത്തിൻ്റെ ഒരു ഭാഗത്ത് ഭഗവാൻ പറയുന്നതാണ്. അപ്പം ഇത് ഭഗവാൻ ഇത് പറയുന്നു എന്ന് മാസ്റ്റർ മഹാശയനോട് ഇത് പറയുന്നതിൻ്റെ കാരണം, മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ആരാണ്, നിൻ്റെ ദൗത്യം എന്താണ് എന്ന് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കാര്യം നീ എന്തിനു വന്നു? ഇപ്പം കാളിമാതാവ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അപ്പോഴപ്പോൾ, ഇതിൽ മധുർബാബുവിൻ്റെ കാര്യമായാലും രാഖാലിൻ്റെ കാര്യമായാലും എല്ലാം അത് സ്വാഭാവികമായി സംഭവിച്ചു എന്ന് പറയാം. അതിൻ്റെ കൂടെയാണ് വളരെ ലളിതമായൊരു കാര്യം കൂടെ പറഞ്ഞത്, ഒരു കെട്ട് മുള വരുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അത്രമേൽ അതായത് ഒരു ചെറിയ കാര്യം മുതൽ, ഒരു വേലി കെട്ടുന്ന കാര്യം മുതൽ, വലിയ ഏറ്റവും അത്യാവശ്യമായ ജീവിതത്തിൽ ഏറ്റവും കാക്ഷിക്കാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ യാതൊരു വ്യത്യാസവുമില്ലാതെ കാളിമാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതാണ് ആ ഒരു അവസ്ഥയെ മാസ്റ്റർ മഹാശയന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? മാസ്റ്റർ മഹാശയൻ ആരാണ് എന്ന് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഈ അധ്യായത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അധ്യായം തുടങ്ങുമ്പോൾ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ഭക്തന്മാരുടെ കൂടെ ഉച്ചയ്ക്ക് 1-2 മണി ആയപ്പോഴാണ്, ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിൽ ചെറിയ കട്ടിലിരുന്നു കൊണ്ട് ഭക്തന്മാരുമായി ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സന്ദർഭം. ഈ 16-ാം അധ്യായം തുടങ്ങുമ്പോൾ ഡിസംബർ 9, 1883 ഞായറാഴ്ച. എന്നിട്ട് ഭഗവാൻ ഭക്തന്മാരോട് ആദ്യത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ഒരു 3-4 പാരഗ്രാഫേ ഉള്ളൂ ആദ്യത്തെ അധ്യായം. അതിനകത്ത് ഭഗവാൻ ചില കാര്യങ്ങൾ ഭക്തന്മാരെ ആധ്യാത്മികമായ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. കാരണം ഇനി പറയാൻ പോകുന്ന 2-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നതിൻ്റെ ഒരാമുഖമാണ് ഈ 1-ാം അധ്യായത്തിലെ ആ 2 പാരഗ്രാഫിൽ പറയുന്നത്. അവിടെ ഭഗവാൻ പറഞ്ഞത്, ഭഗവാന് മുൻപ് 200 വർഷം മുമ്പ് ബംഗാളിൽ അവതരിച്ച ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവസ്ഥയെ ഉദാഹരിച്ചു കൊണ്ടാണ് ഭഗവാൻ ഇപ്പോഴുള്ള ഈ ഭക്തന്മാരോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ അവതാരത്തെ പൂർണ്ണമായും മുൻ അവതാരകാലം, ഈ മുൻ അവതാരമാകുന്ന ചൈതന്യ മഹാപ്രഭു ആരാണ്, അത് ഞാൻ തന്നെ എന്ന് ഇതിനകത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് ഈ 1-ാം അധ്യായത്തിൽ ഭഗവാൻ മാസ്റ്റർ മഹാശയന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്.
200 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭുവായി വന്നതും ഞാൻ തന്നെ. അതിൻ്റെ തെളിവ് ഈ സന്ദർഭത്തിൽ ഭഗവാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചപ്പോഴുണ്ടായ അവസ്ഥ എന്തായിരുന്നു എന്ന് ഭഗവാൻ ആദ്യം ബോധ്യപ്പെടുത്തി കൊടുത്തു ഭക്തന്മാർക്ക്. ആദ്യത്തെ എൻ്റെ അവതാരം ഞാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? നമുക്കെല്ലാം അറിയാവുന്ന പോലെ അതൊരു സങ്കീർത്തനാവതാരമാണ്. നാമജപത്തിന് സംഗീതം ആലപിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. എന്തായിരുന്നു ആ സംഗീതം ആലപിക്കാനുണ്ടായ കാരണം? അതാണ് ഇവിടെ ഒന്നാമത് പറയുന്നത്. സംഗീതം മാത്രമല്ല ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രത്യേകത. വഴിനീളെ സംഗീതം, ആ ഈശ്വര കീർത്തനങ്ങൾ അതിമനോഹരമായി പാടിപ്പോകുന്ന വലിയൊരു സംഘമാണ് ചൈതന്യ മഹാപ്രഭു. അല്ലാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രഭാഷണം നടത്തുന്ന ആളേ അല്ല. ശ്രീരാമകൃഷ്ണദേവൻ ഒരു സ്ഥലത്ത് ഇരുന്ന്, ഒരു മുറിയിലിരുന്ന് ആളുകളോട് സംസാരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു ആയിരുന്ന അവതാരകാലത്ത് താൻ എന്താണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത്, അന്ന് ഈ ഒരു സംഘം ആളുകളുമായി വഴിനീളെ ഗാനാലാപനം ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഗാനാലാപനം ചെയ്ത് മുന്നോട്ട് വഴിയിലൂടെ പോകുമ്പോൾ കൂടെ വരുന്ന ഭക്തജനങ്ങൾ അതോടൊപ്പം വാദ്യമേളങ്ങൾ കൂടെ അതിനനുസരിച്ച് വായിക്കും, വാദ്യമേളങ്ങളും വായിക്കും. നമ്മൾ ആ ചിത്രം കണ്ടിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്യുന്നതും ഗാനാലപിക്കുമ്പോൾ അതിൻ്റെ കൂടെ. ഇന്ന് നവദ്വീപിൽ ചെല്ലുമ്പോൾ ആ അതേ അവസ്ഥ, ഇന്നത്തെ കാലത്ത് ആ അതേ അവസ്ഥ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ, കൂടുതലും വിദേശികളാണ്, അവരത് അതുപോലെ അനുകരിക്കുന്നുണ്ട്. ലോകം മുഴുവനും വഴിയിലൂടെ ഈ സങ്കീർത്തന ജീവിതം നയിക്കുന്നുണ്ട് അവർ. ശ്രീരാമകൃഷ്ണദേവൻ്റെ ആദ്യ അവതാരം നമുക്ക് 100% ആ ബോധ്യം തരുന്നതാണ് ഈ ഭാഗം. അത് വരുന്നുണ്ട് ആ ഭാഗത്തേക്ക്. ഞാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് ഭഗവാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ട് അതെന്താണെന്ന് മാസ്റ്റർ മഹാശയന് ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ അത് ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ ചൈതന്യദേവന് 3 അവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സ്ഥൂല ശരീരത്തിലുള്ള അവസ്ഥ, അതായത് ബാഹ്യദശയിൽ സ്ഥൂല ശരീരത്തോടു കൂടിയുള്ള ആ അവസ്ഥ. രണ്ടാമത്തത് സൂക്ഷ്മ തലത്തിലുള്ള അവസ്ഥ, രണ്ടാമത് വരുന്നത്. മൂന്നാമത്തത് കാരണശരീരത്തിൽ അന്തർദശയായി മനസ്സ് ആ സുപ്രീം പവറിൽ ലയിച്ചു ചേരുന്നതായിട്ട്. വളരെ രസകരമാണ് ആ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, ഈ ഭക്തന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ആ 3 അവസ്ഥയെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ അവസ്ഥ, ഈ സ്ഥൂല ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പഞ്ചകോശങ്ങളെ വെച്ചിട്ടാണ് ഭഗവാൻ ഇത് ഉപദേശിക്കുന്നത്. പഞ്ചകോശം എന്ന് പറയുമ്പം അന്നമയ കോശം, പ്രാണമയ കോശം, അതേപോലെ മനോമയ കോശം, വിജ്ഞാനമയ കോശം, പിന്നെ ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശം. ഈ 5 അവസ്ഥ, ഇതിൽ അന്നമയ കോശവും പ്രാണമയ കോശവും ഇത് സ്ഥൂല ശരീരത്തിൽ പ്രകടമാകുന്നു എന്നാണ് ചൈതന്യദേവൻ. അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ചൈതന്യ മഹാപ്രഭുവിന് അന്നമയ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ അന്നമയ കോശവും പ്രാണമയ കോശവും ചേരുന്ന അവസ്ഥ, അതാണ് നാമസങ്കീർത്തനം ചെയ്യുന്നത്. ആ സ്ഥൂല ശരീരമാണ് നാമസങ്കീർത്തനം ചെയ്യുന്നത്. രണ്ടാമത്തത് സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറുകയാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ മനോമയ കോശവും വിജ്ഞാനമയ കോശവും സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറുകയാണ്.
സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറുമ്പോഴാണ് എല്ലാം മറന്ന് ശരീരം നൃത്തം ചെയ്യുന്നത്. ശരീരം എല്ലാം മറന്ന് നൃത്തം ചെയ്യുകയാണ്. ഭഗവാനും ഇവിടെ, ശ്രീരാമകൃഷ്ണദേവനും ഇവിടെ നമുക്ക് കാണാം പലപ്പോഴും പെട്ടെന്നാണ് നൃത്തം ചെയ്യും. നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥൂല ശരീരത്തിൻ്റെ പ്രവർത്തനമല്ല. അതായത് അന്നമയ കോശത്തിൻ്റെയോ പ്രാണമയ കോശത്തിൻ്റെയോ ഫലത്താലല്ല നമ്മുടെ ശരീരം നൃത്തം ചെയ്യുന്നത്. അത് മനോമയ കോശത്തിൻ്റെയും വിജ്ഞാനമയ കോശത്തിൻ്റെയും സങ്കലനമായ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനമാണ് നൃത്തം ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരമാണ് യഥാർത്ഥത്തിൽ നൃത്തം ചെയ്യുന്നത്, അല്ലാതെ ബാഹ്യ ശരീരമല്ല. സൂക്ഷ്മ ശരീരം നൃത്തം ചെയ്യുമ്പോൾ അത് ബാഹ്യ ശരീരത്തിൽ പ്രകടമാകുന്നു എന്ന് മാത്രം. പക്ഷേ ആ ബാഹ്യ ശരീരം ആരാണോ വഹിക്കുന്നത് അയാൾ അത് അറിയുന്നില്ല. പുറമേ നിൽക്കുന്നവർക്ക് കാണാം നൃത്തം ചെയ്യുന്നത്, പക്ഷെ ആരുടേതാണോ ആ ശരീരം വഹിക്കുന്ന ആൾ അറിയുന്നില്ല. കാരണം ആ ശരീരം വഹിക്കുന്ന ആൾ സൂക്ഷ്മ ശരീരത്തിലേക്ക് തൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞു. അപ്പോൾ ബാഹ്യ ശരീരത്തിൽ നടക്കുന്ന അന്നമയ കോശത്തിലോ അല്ലെങ്കിൽ പ്രാണമയ കോശത്തിലോ സംഭവിക്കുന്നതൊന്നും ഈ സൂക്ഷ്മ ശരീരം മനസ്സ് അറിയുന്നതേയില്ല. അപ്പോൾ ആ നൃത്തം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതായത് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ ഇന്നർ സോളിനെ ആണ് അവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്നർ സോളിനെ, ആ ഇന്നർ സോളാണ് ശരിക്കും നൃത്തം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാഹ്യ ശരീരം അത് അറിയാത്തത്. അഞ്ചാമത്തെ ആനന്ദമയ കോശം, അഞ്ചാമത്തേത് കാരണ ശരീരത്തിലേക്ക്, അത് ഈ സൂക്ഷ്മ ശരീരം പിന്നീട് കാരണ ശരീരത്തിലേക്ക് മാറുക. അതാണ് സമാധി അവസ്ഥയിലേക്ക് മാറുന്നത്. ഭഗവാൻ ഈ നൃത്തം ചെയ്ത് 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 പെട്ടെന്ന് സമാധി അവസ്ഥയിലേക്ക് പോകും. അതായത് ഇന്നർ സോള് ഉടൻ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സുപ്രീം സോളിലേക്ക് അങ്ങ് മാറുന്നു. ഇന്നർ സോള് സുപ്രീം സോളിലേക്ക് അങ്ങ് ലയിക്കുകയാണ് ചെയ്യുന്നത്. അത് അവതാരമായതുകൊണ്ട് തിരികെ വരും. അവതാരമല്ലാത്തവരുടെ അവസ്ഥ ചിലപ്പോൾ തിരികെ വരില്ല. ശ്രീരാമകൃഷ്ണദേവന് തിരികെ വരാൻ പറ്റും. അങ്ങനെ തിരികെ വരാൻ സഹായകമാകുന്നത് അപ്പോൾ ആരെങ്കിലും ആ ശരീരത്തിൽ, അതായത് ഏത് ശരീരത്തിൽ, ബാഹ്യ ശരീരത്തിൽ അന്നമയ കോശവും പ്രാണമയ കോശവും അടങ്ങുന്ന സ്ഥൂല ശരീരത്തിൽ ആരെങ്കിലും തൊട്ടാൽ മാത്രം മതി. അങ്ങനെ തൊടുകയാണെങ്കിൽ പെട്ടെന്ന് ഈ സുപ്രീം സോളിൽ നിന്ന് അത് മടങ്ങി ഇന്നർ സോളിലേക്കും, ഇന്നർ സോളിൽ നിന്ന് മടങ്ങി അത് സ്ഥൂല ശരീരത്തിലേക്കും വരും. അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ വിവരിക്കുന്നത്. ഇത് നിരന്തരം സാധ്യമായിക്കൊണ്ടിരുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരകാലത്താണ്. കാരണം അവിടെ ഈ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഇത് നമ്മുടെ ലൗകിക ജീവിതവുമായിട്ട് ബന്ധമേ വരുന്നില്ല. ആ ചൈതന്യ മഹാപ്രഭുവിനെ വിവാഹം ചെയ്യിക്കണം എന്ന് നിമായിയെ വിവാഹം ചെയ്യിക്കണമെന്നും പറഞ്ഞ് അവസാനം നിമായി ആചാര്യൻ്റെ മകളെ ലക്ഷ്മി ദേവിയെ വിവാഹം ചെയ്യുന്നത്. കഴിഞ്ഞ തവണയാണ് നമ്മളതിനെക്കുറിച്ച് ഒരു സൂചന പറഞ്ഞത്. അതാണ് ഇത്, ഓരോ അധ്യായം കടന്നു വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണത്. ആ ചൈതന്യ മഹാപ്രഭുവിന് ഈ ഇഹലോകവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യവും ആ ശരീരത്തെ ബാധിക്കുന്നതേയില്ല. അപ്പോൾ വിവാഹം കഴിക്കുന്നു, ലക്ഷ്മി ദേവിയെ വിവാഹം കഴിക്കുന്നു, സുന്ദരിയായ ആ ആചാര്യൻ്റെ മകളെ വിവാഹം കഴിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ആ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ സങ്കീർത്തനത്തിലും നൃത്തത്തിലും അതിലെ ആ ഈശ്വരീയമായ അവസ്ഥയിലേക്ക് മാറി മാറി അങ്ങനെ എവിടേക്കോ ഗംഗാതീരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കാലങ്ങളോളം. താൻ വിവാഹിതനാണെന്നോ തനിക്ക് കുടുംബം ഒന്നും അറിയാൻ പറ്റുന്നില്ല. പിന്നീട് എപ്പോഴോ തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ തവണ നമ്മൾ ഈ കാര്യം സംസാരിച്ച് ഈ ചർച്ച ചെയ്താണ് ഈ ഭാഗം.
അത് തന്നെയാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചോ ഇതേ അവസ്ഥ തന്നെയാണ്. വിവാഹിതനാകുന്നു, കാര്യം അദ്ദേഹത്തിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്, അത് വിവാഹം ചെയ്താൽ മാറും, ഇങ്ങനെയാണല്ലോ എല്ലാവരും പറയുക. അപ്പം അങ്ങനെ വിവാഹം ചെയ്യാൻ താല്പര്യം എടുത്ത് പിന്നെ സ്വന്തം വധു ആരാണെന്ന് ഭഗവാൻ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ടെന്ത് സംഭവിച്ചു? പക്ഷെ ഭഗവാൻ വളരെ എഫക്റ്റീവായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ ആ അവതാരകാലത്ത് ലൗകികമായ അവസ്ഥകളിലേക്കൊന്നും ചൈതന്യ മഹാപ്രഭു വന്നിട്ടേയില്ല. അത് ആ കാരണ ശരീരത്തിൽ തന്നെയാണ് നിന്നത്. സൂക്ഷ്മ ശരീരത്തിലുമല്ല, സ്ഥൂല ശരീരത്തിലുമല്ല, കാരണ ശരീരത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഇവിടെ ഭഗവാൻ സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും മാറി മാറി സ്ഥൂല ശരീരത്തിലേക്കും കൂടുതൽ സമയം സ്ഥൂല ശരീരത്തിലേക്കും പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്ന അവതാരമാണ് ശ്രീരാമകൃഷ്ണ അവതാരം. അപ്പം അതാണ് മാസ്റ്റർ മഹാശയനെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ ഭാഗം അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ ഒരു ഭക്തൻ ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലായില്ല നമ്മൾ അത് അതായത് ഭഗവാൻ മാസ്റ്റർ മഹാശയന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇവിടെ, പക്ഷെ മനസ്സിലാകാത്തവരും അവിടെ കേട്ടോണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്നാൽ ഇവിടെ ഒരു ഭഗവാൻ അത് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ തന്നെയാണ് ഇത് ബോധ്യപ്പെടുത്താനായിട്ടായിരിക്കാം മാസ്റ്റർ മഹാശയൻ തന്നെയാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷെ ചോദ്യം ഉന്നയിക്കുന്നത് മാസ്റ്റർ അല്ല എന്നുള്ള മട്ടിൽ ഒരു ഭക്തൻ എന്നുള്ള പേരിലാണ്. ഹഠയോഗം, അപ്പം ഈ യോഗാവസ്ഥകളെക്കുറിച്ചുള്ള വിവിധ തരം യോഗാവസ്ഥകളെക്കുറിച്ച് ആളുകളിലുള്ള ധാരണ എന്താണ് എന്ന് മാസ്റ്റർ മഹാശയൻ അറിയാം. അപ്പം അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ആ ചോദ്യം ചോദിച്ചത്. അതിന് ഭഗവാൻ കൃത്യമായിട്ട് ഭഗവാൻ മറുപടി പറയുന്നുണ്ട്. അതായത് ഈ ഹഠയോഗം തുടങ്ങിയ യോഗങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ കാര്യമില്ല, പകരം ഭക്തി കൊണ്ടും വിചാരം കൊണ്ടും ഈശ്വര വിചാരം കൊണ്ടും ഭക്തി കൊണ്ടും നേടാവുന്നതേ ഉള്ളൂ. യോഗാവസ്ഥയെ പ്രാപിക്കാൻ കഴിയും. ഭക്തി കൊണ്ടും ഈശ്വര വിചാരം കൊണ്ടും സദാ ഈശ്വര ചിന്ത കൊണ്ടും ഭക്തി കൊണ്ടുള്ള ഈശ്വര ചിന്ത എന്നും ചിന്തിക്കാം. അതുകൊണ്ട് ആ യോഗാവസ്ഥയെ പ്രാപിക്കാവുന്നതേ ഉള്ളൂ. അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഈ ഹഠയോഗം പോലുള്ള കടുത്ത നടപടികളിലേക്കൊന്നും ഈ ശരീരത്തെ നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ ആ ഭക്തൻ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടാണ് 2-ാം അധ്യായം തുടങ്ങുമ്പോൾ, ആ 2-ാം അധ്യായത്തിൽ രംഗം മാറുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ സംഗീതശാലയ്ക്ക് സമീപമുള്ള വഴിയിൽ നിൽക്കുകയാണ്. കാളിക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള സംഗീതശാല, ആ സംഗീതശാലയിലേക്കുള്ള വഴിയിലാണ് ശ്രീരാമകൃഷ്ണദേവൻ അപ്പം നിൽക്കുന്നത്. ആ വരാന്തയുടെ ഒരു വശത്ത് പിറകിലായിട്ട് മാസ്റ്റർ ഇങ്ങനെ എന്തോ ആലോചിച്ച് ഗാഢ ചിന്തയിൽ നിൽക്കുകയാണ്. മാസ്റ്റർ ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഗാഢമായ ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാസ്റ്റർ മഹാശയൻ. അപ്പോൾ അങ്ങനെ ആ ഗാഢചിന്തയിൽ ആമഗ്നനായിരിക്കുന്ന കണ്ടിട്ട് ശ്രീരാമകൃഷ്ണദേവൻ മൂളിമരച്ചുവട്ടിൽ പോയിട്ട് കൈകാൽ മുഖം കഴുകി ഇതിലെ വന്നതാണ്. അപ്പോൾ ഈ മാസ്റ്റർ മഹാശയൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈശ്വരധ്യാനം ചെയ്യുകയായി. ഇത് എല്ലാം ഇവിടെ വരുമ്പോൾ ആത്മഗതങ്ങളാണ് കൂടുതലും. മാസ്റ്റർ മഹാശയൻ തന്നെ സ്വയം തന്നെ ഈ ഭഗവാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വയം ആലോചിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണെന്ന് മാസ്റ്റർ മഹാശയൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നതല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. മാസ്റ്റർ മഹാശയൻ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനോഗതി എന്തായിരുന്നു എന്ന് മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നു. ഇനി അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് ഈ സന്ദർഭത്തിലാണ് പറയുന്നത്, നിനക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും. സാധന ചെയ്താൽ, അതായത് ഒരുവൻ വന്ന് ഇതിലേ എന്ന് പറഞ്ഞു തരുന്ന പോലെ തോന്നും. കാര്യം നിനക്ക് ഫലം കിട്ടും. സാധന ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന അനുഭവം എന്തെന്ന് വെച്ചാൽ, ഒരാൾ വന്നിട്ട് നമ്മെ ഇങ്ങനെ
ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ എന്ന് നമുക്ക് വഴി കാണിച്ചു തരുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും. അതാണ് ആ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ സാധന ചെയ്യുകയാണെങ്കിൽ നമുക്ക് വഴികാട്ടിയായി ഒരാൾ നമ്മോടൊപ്പം ഉണ്ട് എന്നൊരു ധാരണ നമുക്കുണ്ടാവും. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശിവനോട് പറഞ്ഞു, നിനക്ക് സമയമായി. അതായത് ഒരു മുട്ട പൊട്ടാനുള്ള സമയമാവുമ്പോഴാണ് തള്ളപ്പക്ഷി അത് പൊട്ടിച്ച് ആ കുഞ്ഞ് പുറത്തു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ ഇനി മാസ്റ്റർ മഹാശയന് ഭഗവാനെ കണ്ട് ഇപ്പോൾ 2 വർഷമാകാൻ പോകുന്നു. ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. മാസ്റ്റർ മഹാശയൻ പരിഭാഗപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ മുതലാണ് മാസ്റ്റർ മഹാശയൻ പരിഭാഗപ്പെടുന്നത്. ആ മാസ്റ്റർ മഹാശയനോട് ഭഗവാൻ പറയുന്നു, നിനക്ക് സമയമായി. ഞാൻ പറഞ്ഞു തന്നത് തന്നെയാണ് നിൻ്റെ ഇഷ്ടദേവത. കാര്യം ഒരാൾക്ക്, ഒരു സാധകനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വ്യാകുലത എന്തെന്ന് പറയുന്നത്, ആ സാധകൻ്റെ ഇഷ്ടദേവത എന്ത് എന്നുള്ള, അല്ലെങ്കിൽ ആ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച്, ആ ഇഷ്ടദേവതയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി മനസ്സിന് വേണം. നമുക്ക് പലർക്കും, ലൗകികത്തിൽ ജീവിക്കുന്ന നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നം, നമുക്ക് നമ്മുടെ ഇഷ്ടദേവത എന്നുള്ളൊരു സങ്കല്പം തന്നെ വളരെ ദുർബലമാണ്. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള ഏതെങ്കിലും ഒരു ഇഷ്ടദേവതയോടാണ് നമുക്ക് താല്പര്യമായിട്ട് തോന്നുക എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ആ ഇഷ്ടദേവതയുടെ പേരായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അത് ഏത് പ്രദേശത്ത് ജീവിക്കും അതായിരിക്കും നമ്മുടെ ഇഷ്ടദേവത എന്നാണുള്ള നമ്മുടെ ധാരണ. പക്ഷേ ആ ഇഷ്ടദേവതയെ പൂർണ്ണമായും സമർപ്പിതമാകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പലതരം ഇഷ്ടദേവതകളെ സമീപിക്കാൻ പോകും. അപ്പം നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇഷ്ടദേവതയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് ശക്തിയില്ല. നമുക്ക് കഴിവില്ലെന്നല്ല, നമുക്ക് അതിനുള്ള ശക്തിയില്ല. കാര്യം അതിന് നമുക്കൊരു വഴികാട്ടിയെ കിട്ടിയില്ല. അതാണ് മാസ്റ്റർ ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്ന, അതായത് നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ, സാധനയുടെ ശക്തി കൊണ്ട് നേടിയെടുക്കേണ്ടത്, നീ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ എന്ന് നമ്മെ നയിക്കാൻ ഒരാൾ മുന്നിലുണ്ടാവണം. അങ്ങനെ നയിക്കാൻ ഒരാൾ മുന്നിലില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറ്റും? നമ്മൾ പല വഴിക്ക് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഓരോരോ കാര്യത്തിന് ഓരോ ഇഷ്ടദേവത എന്നുള്ള, അല്ല ഇഷ്ടദേവതയല്ല, ഓരോ ദേവത എന്നുള്ള സങ്കല്പം നമുക്കെല്ലാം ഇവിടെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇവിടെ അതല്ല ഭഗവാൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് തന്നെയാണ് നിൻ്റെ ഇഷ്ടദേവത, ഇനി വേറൊന്നില്ല. ആ ഒറ്റ ഇതിൽ തന്നെ നീ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് നിനക്ക് സമയമായി. ഇനി നീ ഇങ്ങനെ സ്കാറ്റേഡായിട്ട് ആലോചിച്ചുകൊണ്ട് നടക്കരുത്, ആ ഒറ്റ കാര്യത്തിൽ. എന്നിട്ട് ഇഷ്ടദേവത എന്താണ് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു എന്ന് വരേ ഉള്ളൂ. എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് മാസ്റ്റർ മഹാശയനെ എഴുതിയിട്ടില്ല. അത് അവർ തമ്മിലുള്ള രഹസ്യമാണ്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ അതിന് ശേഷമുള്ള ഭാഗം മാസ്റ്റർ മഹാശയൻ എഴുതി. അതായത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ശ്രീരാമകൃഷ്ണദേവൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ഇവിടെ മാസ്റ്റർ മഹാശയൻ എഴുതി. കാരണം ആ പറഞ്ഞു കൊടുത്തത് തീർച്ചയായും നമ്മൾ ഈ മന്ത്രദീക്ഷ സ്വീകരിക്കുന്ന പോലെയാണത്. നമ്മുടെ ഇഷ്ടദേവത ആരായിരിക്കണം, ഇഷ്ടദേവതയെ ഭജിക്കേണ്ട ആ മന്ത്രം എന്തായിരിക്കണമെന്ന് ഗുരു നമുക്ക് മന്ത്രദീക്ഷ തരുമ്പോൾ, ഇനിഷിയേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മന്ത്രദീക്ഷ തരുമ്പോൾ, പിന്നെ നമുക്ക് ആ ഒറ്റ മന്ത്രമേ സാധ്യമാകൂ. പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ മന്ത്രദീക്ഷയ്ക്ക് ഫലമുള്ളൂ. അങ്ങനെ നമ്മൾ മന്ത്രദീക്ഷയിൽ ആ ഫലം സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സഞ്ചരിച്ചില്ല എങ്കിൽ അതിൻ്റെ തിക്തഫലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണോ നമുക്ക് മന്ത്രദീക്ഷ തന്നത് ആ ഗുരുവായിരിക്കും. കാര്യം ആ മന്ത്രം എവിടെയെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. നമ്മളൊരു തമാശ പോലെ, അല്ലെങ്കിൽ കിട്ടിയൊരവസരത്തിൽ എന്നാൽ ഇരിക്കട്ടെ ഒരു മന്ത്രദീക്ഷ എന്ന് വിചാരിക്കുന്നിടത്തുള്ള അപകടം, ഇതിൻ്റെ മുഴുവൻ ആ കാഠിന്യം അനുഭവിക്കേണ്ടി വരുന്നത് ആരാണോ മന്ത്രദീക്ഷ നൽകിയത് ആ വ്യക്തിയായിരിക്കും. അതുകൊണ്ടാണ് മന്ത്രദീക്ഷ എല്ലാവർക്കും തരാൻ സാധ്യമാകാത്തത്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയന് മന്ത്രദീക്ഷ നൽകി. അതുകൊണ്ട് നമ്മോട് ആ കാര്യം പബ്ലിഷ് ചെയ്യേണ്ട കാര്യം മാസ്റ്റർ മഹാശയനില്ല. അത് അവർ തമ്മിലുള്ള രഹസ്യം മാത്രമാണ്.
പക്ഷെ അതിൻ്റെ അടുത്ത ഭാഗം ശ്രീരാമകൃഷ്ണദേവൻ എന്ത് പറഞ്ഞു എന്നുള്ളത്, അത് കഴിഞ്ഞ് പറഞ്ഞ കാര്യം മാസ്റ്റർ മഹാശയൻ ഇവിടെ സൂചിപ്പിച്ചു. സകലരും വളരെയേറെ തപസ് ചെയ്യേണ്ടതായുണ്ടോ? ഇല്ല. എന്നാൽ എനിക്ക് വലിയ കഷ്ടതകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. ഭഗവാന്റെ അനുഭവം ഒന്ന് വിവരിച്ചു കൊടുത്തു. കാര്യം വളരെയധികം തപസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ കാര്യത്തിന്? അപ്പം ആലോചിച്ച് നോക്കണം, മാസ്റ്റർ മഹാശയന് നൽകിക്കഴിഞ്ഞു ആ ഇഷ്ടദേവതാ സങ്കല്പത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ഉപദേശം മാസ്റ്റർ മഹാശയന് നൽകിക്കഴിഞ്ഞു. മാസ്റ്റർ മഹാശയൻ ഇപ്പോൾ അത് സ്വീകരിച്ചു കഴിഞ്ഞ അവസ്ഥയിലാണ് ഇനി നമ്മൾ ഇരിക്കുക. അപ്പം ഇന്ന് നമ്മൾ ഇതിനു മുമ്പ് വരെ കണ്ട മാസ്റ്റർ മഹാശയനല്ല ഇനി വരാൻ പോകുന്നത്. മാസ്റ്റർ മഹാശയൻ്റെ രണ്ടാം ജന്മം ഇവിടെ ആരംഭിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ വായിച്ച ഭാഗത്തിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫ്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ആ കോൺവെർസേഷന് ശേഷം മാസ്റ്റർ തൻ്റെ ഇപ്പോഴത്തെ താൻ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായി എന്ന് മാസ്റ്റർ മഹാശയൻ തന്നെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ശ്രീരാമകൃഷ്ണദേവൻ എന്താണ് പറഞ്ഞു കൊടുത്തതെന്നുള്ളത്. അത് നമുക്ക് ഊഹിക്കാനേ പറ്റും. ഇപ്പം മാസ്റ്റർ മഹാശയൻ ആ പറഞ്ഞത്, മാസ്റ്റർ മഹാശയൻ സ്വയം പറയാണ്, ഞാൻ 2 വർഷമായി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാസ്റ്റർ മഹാശയൻ ഞാൻ 2 വർഷമായി, ഫെബ്രുവരി 1882 ഫെബ്രുവരി 26 മുതൽ ഇപ്പോൾ 1883 ഡിസംബർ 9 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ എടുത്താൽ ഏകദേശം 2 വർഷമായി ഞാൻ ഈ ഗുരുദേവൻ്റെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് മാസ്റ്റർ എന്തൊക്കെയാണ്? മാസ്റ്റർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. മാസ്റ്ററെ കുറിച്ചാണ് എഴുതുന്നത്. അത് 3rd പേഴ്സൺ ആയിട്ടാണ് ഇവിടെ എഴുതി വരുന്നത്. അപ്പോൾ അദ്ദേഹം മാസ്റ്റർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഗുരുദേവൻ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ ഇംഗ്ലീഷ് മാൻ എന്ന് വിളിക്കുകയും ചെയ്യും. കോളേജിൽ പോയി എഴുത്തും വായനയും പഠിച്ചു. സ്വയം പറയുകയാണ്, ഞാൻ ആരായിരുന്നു ഇത്രയും ദിവസം, ഈ പർട്ടിക്കുലർ ടൈമിന് തൊട്ട് മുമ്പ്, ഈ മന്ത്രദീക്ഷ എനിക്ക് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ആരായിരുന്നു എന്ന് പറയുന്നതാണ്. ഇംഗ്ലീഷ് പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ പോയി എഴുത്തും വായനയും പഠിച്ചു, കല്യാണം കഴിച്ചു, പിന്നെ ഒരു ലൗകിക മനുഷ്യനായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. പിന്നെ കേശവ ചന്ദ്രസേനൻ മുതലായ വലിയ വലിയ പ്രഭാഷകരുടെയൊക്കെ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ട് നടക്കും. പിന്നെ പാശ്ചാത്യ ദർശനങ്ങൾ പ്രസംഗം കേൾക്കാനും അതൊക്കെ വായിക്കാനും വലിയ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെയുള്ള ആളായിരുന്നു ഇതാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുക്കൽ വരാൻ തുടങ്ങിയത് മുതൽ പാശ്ചാത്യ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിലോ അന്യഭാഷകളിലോ ഉള്ള പ്രസംഗങ്ങളും അത് വെറും പൊള്ളയാണെന്ന് തോന്നിത്തുടങ്ങി. ഇപ്പം ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്, എനിക്കെങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാസ്റ്റർ മഹാശയനെ കുറിച്ച് തന്നെ പറയുന്നതാണിത്. ഇപ്പോഴെൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ എന്ന് പറഞ്ഞാൽ മാസ്റ്ററുടെ അവസ്ഥ എന്താണ്? മാസ്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മാസ്റ്ററുടെ അവസ്ഥ എന്താണ്? രാപ്പകൽ ശ്രീരാമകൃഷ്ണദേവനെ മാത്രം കാണണം എന്ന ഒറ്റ ചിന്തയുള്ളൂ. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ തിരുമുഖത്ത് നിന്ന് എന്തരുളിപ്പാടുണ്ടാകുന്നു അത് മാത്രം കേൾക്കാനും ചെയ്യാനും മാത്രമേ ഇഷ്ടമുള്ളൂ. നോക്കൂ, ഇഷ്ടദേവതയെ ശ്രീരാമകൃഷ്ണദേവൻ മന്ത്രദീക്ഷ നൽകിയിരിക്കുന്നത് ഇഷ്ടദേവത എന്താണെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. മാസ്റ്റർ മഹാശയൻ ആ ഇഷ്ടദേവത എന്താണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കലും ഇഷ്ടദേവത ഞാൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ലല്ലോ പറയുക. ഇഷ്ടദേവത സങ്കല്പം എന്താണെന്ന് മാത്രം പറഞ്ഞു കൊടുത്തു. ആ സങ്കല്പം എന്തുവാകാം. പക്ഷെ മാസ്റ്റർ മഹാശയൻ ഇവിടെ സ്വയം പറയുന്നു, ആ ഇഷ്ടദേവതാ സങ്കല്പം എന്ന് പറയുന്നത് എനിക്ക് ശ്രീരാമകൃഷ്ണദേവൻ മാത്രമാണ്. ആ സംഭാഷണവും അത് കേട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനും മാത്രമാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ഇഷ്ടദേവത ആരാണ്? എൻ്റെ ഇഷ്ടദേവത ശ്രീരാമകൃഷ്ണദേവനാണ്. ഉറപ്പിച്ചു, ശ്രീരാമകൃഷ്ണദേവനാണ് എൻ്റെ ഇഷ്ടദേവത. സംശയങ്ങൾ കൊണ്ട് കഴിഞ്ഞ 2 കൊല്ലത്തോളം സംശയങ്ങളുടെ അകമ്പടിയായി വന്ന ഒരാളാണെന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈയിടെ അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശം സർവ്വതാ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ
ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സാധന ചെയ്താൽ ഈശ്വരനെ കാണാൻ സാധിക്കും. സാധന ചെയ്താൽ ഈശ്വരനെ കാണാൻ സാധിക്കും എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്തു. അതാണല്ലോ നേരത്തെ പറഞ്ഞത്. ആ ഇഷ്ടദേവതാ സങ്കല്പത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞതാണ്, സാധന ചെയ്താൽ ഇഷ്ടദേവനെ കാണാൻ പറ്റും, ഈശ്വരനെ കാണാൻ പറ്റും. സാധന ചെയ്താൽ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. അതാണ് സാധനയുടെ ഫലം. ആ സാധന ചെയ്താൽ സാധിക്കും. മാത്രമല്ല, ഈശ്വര ദർശനം മാത്രമാണ് ഈ മാനവജന്മത്തിൻ്റെ ഉദ്ദേശം. ഇപ്പം മനുഷ്യജന്മത്തിൽ 2 ഉദ്ദേശങ്ങളേ ഉള്ളൂ. രണ്ടും ഒരു ഉദ്ദേശം തന്നെ. ഒന്ന് സാധന ചെയ്യുക, അങ്ങനെ സാധന ചെയ്ത് ഈശ്വര ദർശനം നേടുക. ഇതെന്തിനാണ് ഇങ്ങനെ മാസ്റ്റർ മഹാശയൻ പറയുമ്പോൾ മാസ്റ്റർ മഹാശയൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ സാധന ചെയ്ത് ഈശ്വരനെ ഇഷ്ടദേവതയെ കാണുന്നു എന്ന് പറഞ്ഞത്, ഞാൻ ശ്രീരാമകൃഷ്ണദേവനെ എന്നും കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, എനിക്ക് വേറെ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവനെ. അപ്പം അത് മതി. ശ്രീരാമകൃഷ്ണദേവന് എൻ്റെ സാധന എന്ന് പറയുന്നതിൻ്റെ ഫലം എന്താണ്? എൻ്റെ ഇഷ്ടദേവതയെ ഞാൻ എപ്പോഴും ഈ സ്ഥൂല ശരീരത്തിലൂടെ ഞാൻ എൻ്റെ ഇഷ്ടദേവതയെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ ജന്മസാഫല്യം, മാനവ ജന്മോദ്ദേശം എന്താണ്? എനിക്ക് ശ്രീരാമകൃഷ്ണദേവനെ കാണുക എന്നുള്ളതാണ്. ആ അവതാരവാണി വചനാമൃതം കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അത് ഞാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് മാസ്റ്റർ മഹാശയൻ തൻ്റെ ബോധ്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നമുക്ക് എഴുതി തരുന്നത്. നമ്മുടെ മുമ്പിൽ അത് എഴുതി വെച്ചു. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകാൻ വേണ്ടിയാണ് ശ്രീരാമകൃഷ്ണദേവൻ മന്ത്രോപദേശം നൽകുന്നത്. മാസ്റ്റർ മഹാശയൻ ഇഷ്ടദേവതാ സങ്കല്പം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ആ ഇഷ്ടദേവതാ സങ്കല്പത്തെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്ത ശേഷം ആ ഇഷ്ടദേവതാ സങ്കല്പം എന്താണെന്നുള്ളത് മാസ്റ്റർ മഹാശയൻ സ്വയം സ്ഥിരീകരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നു, എൻ്റെ ഇഷ്ടദേവതാ സങ്കല്പം ശ്രീരാമകൃഷ്ണദേവനാണ്. ആ ശ്രീരാമകൃഷ്ണദേവനെ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നും ആ വാക്ക്. അപ്പം എൻ്റെ ഇഷ്ടദേവതയോടൊപ്പം എന്നും കഴിയാൻ എനിക്കൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം എന്താണ് ഒരു ഭാഗ്യമുള്ളത് എന്നുള്ളതാണ്. അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ്, അല്പം സാധന ചെയ്താൽ ഇതിലേ എന്നൊരാൾ പറഞ്ഞു തരും. അപ്പോൾ മാസ്റ്റർ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും മാസ്റ്റർ മഹാശയൻ ഒറ്റ കാഴ്ചയേ ഉള്ളൂ, അത് ശ്രീരാമകൃഷ്ണദേവൻ മാത്രം. എങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ സ്വന്തക്കാരനാണ് എന്ന് ഈശ്വരന്, നിങ്ങൾ എൻ്റെ സ്വന്തക്കാരനാണ് എന്ന് ഈശ്വരന് ബോധ്യം വരണം ആദ്യം. ഈശ്വരനാണ് ആ ബോധ്യം വരണം. അതുവരെയും നമ്മൾ സാധന ചെയ്തേ പറ്റൂ. ഈശ്വരന് ബോധ്യം ചെയ്താൽ ബാക്കിയെല്ലാം ഈശ്വരൻ പിന്നെ നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ എന്താണ് ചെയ്യുന്ന ഈശ്വരന് ബോധ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. ഇവിടെ മാസ്റ്റർ മഹാശയന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ അടുത്ത ഉപദേശമായിട്ട് ഇവിടെ മാസ്റ്റർ മഹാശയനോട് വരുന്ന സംഭാഷണമായിട്ട് എഴുതിയത്. അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടില്ല എങ്കിൽ ഇത്രയും പേരെന്തിനാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്? കാര്യം അവിടെ വലിയ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്നവർക്ക് മറ്റൊന്നും കിട്ടാനില്ല. അവിടുന്ന് സമ്പത്തോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ എന്തെങ്കിലും അത്ഭുതങ്ങളോ ഒന്നും അവിടെ കാണാനില്ല. വളരെ എന്താ പറയുക, ഒരു യാത്ര, ഒരു കൽക്കട്ട യാത്രയ്ക്കുള്ള വണ്ടിക്കൂലി പോലും കയ്യിലില്ലാത്ത ഒരാളാണ്. അതുപോലും കൊടുക്കണം വേണമെങ്കിൽ. അങ്ങനെ ഒരാളെ കാണാൻ എന്തിനാണ് ഇത്രയും അധികം ആളുകൾ, അല്ലെങ്കിൽ വരുന്നവർ ഇത്രയും അധികം എന്ന് അന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചയിൽ നോക്കുമ്പോൾ അതൊന്നും വലിയ അധികം ആളല്ലാന്ന് തോന്നും. കാര്യം അതിൽ ഇന്ന് നമ്മുടെ അനുഭവത്തിൽ അവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമായി മാറിയ അനുഭവത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷെ അന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആഴ്ചയിലെല്ലാം കൂടെ ഒരു 10 പേര് വരുന്ന അവസ്ഥയാണ് ആലോചിക്കണം. അപ്പോൾ അത് തന്നെ ഇത്രയും പേർന്ന് അന്നത്തെ കാലത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോൾ, കമ്പാരിറ്റീവ്ലി അന്നത്തെ ചിന്തിക്കുമ്പോൾ ഈ ആളുകളൊക്കെ എന്തിനു വരുന്നു എന്ന് ചിന്തിക്കാം. ഇന്നിപ്പോൾ അത് ഒരു വരുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിലിരിക്കുന്ന മാസ്റ്റർ മഹാശയന് ഉണ്ടായ
ആ ഉൾബോധം എന്ന് നമുക്കിവിടെ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുതലുള്ള മാസ്റ്റർ മഹാശയൻ നമ്മൾ ഇതുവരെ കണ്ട മാസ്റ്റർ മഹാശയനേ അല്ല. ഇനിയുള്ള ഓരോ രംഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളിലും ഉള്ള മാസ്റ്റർ മഹാശയൻ വളരെ വ്യത്യസ്തനാണ്. അതാണ് നമുക്കിനി ഈ വചനാമൃതം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു നമ്മിലുണ്ടാകുന്നൊരു ഉൾപ്പുളകം എന്താണെന്ന് വെച്ചാൽ, അത് ബോധ്യപ്പെട്ട ഒരാളാണ് ഇനി നമ്മെ നയിക്കുന്നത്. ഇതിലേ എന്ന് നമ്മെ നയിക്കുന്നതിന് മാസ്റ്റർ മഹാശയനാണ്. അപ്പോൾ ഇനി മാസ്റ്റർ മഹാശയൻ്റെ കൈ പിടിച്ചിനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇനിയുള്ള വചനാമൃത വായനയ്ക്ക് ആ വചനാമൃത വായനയിൽ നിന്ന് ലഭ്യമാകുന്ന വഴിയിലൂടെ നമ്മൾ ഇനി സഞ്ചരിക്കാൻ, ഇനി അത് മാത്രമാണ് നമ്മുടെ സഞ്ചാര പഥം. അതിൻ്റെ ആരംഭത്തിലാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. അതെ, ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമായി. മാസ്റ്റർ മഹാശയൻ്റെ കൈ പിടിച്ചിനി നമുക്കങ്ങ് നടന്നാൽ മതി. അപ്പോൾ നമുക്കത് വളരെ എളുപ്പമായി. ഇനി വരുന്ന ഓരോ സന്ദർഭവും നമ്മളത് അനുസരിച്ചാൽ മതി. നമ്മുടെ മനസ്സും ശരീരവും അത് അനുസരിക്കുകയാണെങ്കിൽ അതെ 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 വലിയ ഭാഗ്യമാണ് ഈശ്വരൻ നമ്മെ ഈ ഒരു ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ട് നിർത്തി തന്നില്ലേ. അപ്പൊ ആ ഗ്രന്ഥത്തിന്റെ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. വചനാമൃതത്തിന്റെ വലിപ്പം അതാണ്. നമുക്കിനി പേടിയേ ഇല്ല, നമുക്കിനി ഒന്നും പേടിക്കണ്ട. ഇനി നമുക്ക് നടക്കാൻ ഒരാൾ നമ്മുടെ മുമ്പിലുണ്ട്, ആ ആളുടെ പിന്നാലെ അങ്ങ് നടന്നാൽ മതി, നമുക്കൊന്നും സംഭവിക്കില്ല. അതെ, തന്നു 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 അങ്ങനെ ഒരാളെയും തന്നു. ഇനി നിങ്ങൾ ഇയാളുടെ കൈ പിടിച്ചോളാൻ പറഞ്ഞു ഭഗവാൻ. ഇനി ഭഗവാന് റോളില്ല. ഇനിയുള്ള വചനാമൃതത്തിൽ ഇനി ഈ തീരുന്നത് വരെയും ഭഗവാൻ ഇനി റോളേ ഇല്ല. കാര്യം 1-ാം വോള്യം തീരാൻ പോവുക. ഈ 1-ാം വോള്യം തീരുന്നതോടുകൂടി 2-ാം വോള്യം ആരംഭിക്കുമ്പോഴേക്കും ഭഗവാന്റെ അസ്വസ്ഥതകൾ ആരംഭിക്കുകയാണ്. അസ്വസ്ഥനായൊരു ഭഗവാനാണ് 2-ാം വോള്യം മുതൽ നടക്കുന്നത്. അപ്പം അതിനു മുമ്പേ സാധകരെ മുഴുവനും അവർക്ക് ആശ്രയമായിട്ടൊരു ഒരാളെ തന്നു കഴിഞ്ഞു. അതാണ്. ഇനി നമ്മൾ പിന്തുടരേണ്ടത് മാസ്റ്റർ മഹാശയനാണ്, ഭഗവാനല്ല. ഭഗവാൻ ഇനി സ്വധാമത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കമാണ് ഇനി അടുത്ത അധ്യായങ്ങൾ മുതൽ തുടങ്ങുന്നത്. 2-ാം വോള്യം തുടങ്ങുമ്പോഴേക്കും ഏതാണ്ട് ആരംഭിച്ചു പോയി. രോഗാവസ്ഥയെക്കുറിച്ചുള്ള അതൊക്കെ വരാൻ തുടങ്ങുന്നതാണ്. അപ്പം ഇനി ഭഗവാൻ പോവുകയാണ് നമ്മളിൽ നിന്ന്. പക്ഷെ നമുക്ക് മാസ്റ്റർ മഹാശയനെ പോലുള്ള ഒരു വലിയ സാധകന് തന്നിട്ടുണ്ട് നടക്കാൻ. മാസ്റ്റർ മഹാശയൻ അത് നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഗ്രന്ഥം എഴുതി തന്നത്. അല്ല, അന്ന് മാസ്റ്റർ മഹാശയൻ ഇത് കേട്ടങ്ങ് പോവുകയായിരുന്നില്ല. ഇനി വരുന്ന ജനകോടികൾ, എത്രയാണ് ജന്മങ്ങളെന്ന് ഇനി അറിയാൻ പറ്റില്ല, അത്രയും ജന്മത്തിനും ഇത് തുണയാണ്. അപ്പം നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇനി പൂർണ്ണമായിട്ടും. നമുക്കിനി സംശയമേ ഇല്ല. നാമം ജപിക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം.